കരുനാഗപ്പള്ളിയിൽ, കൊല്ലം ജില്ലയിൽ, കേരളത്തിൽ പൊതുവെ അറിയപ്പെടുന്ന രണ്ടക്ഷരമാണ് KC. KC എന്ന പേര് അന്തർദേശീയ തലത്തിൽ KC വേണുഗോപാൽ അറിയപ്പെടുന്നതിന് മുൻപേ, എത്രയോ മുൻപ് അറിയപ്പെട്ട നാമധേയമാണ് KC രാജൻ. വണക്കം ചേട്ടാ. വണക്കം. ചേട്ടനെ ചോദിക്കുമ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ഒരു സേവന മേഖലയാണ് രാഷ്ട്രീയം. അപ്പോൾ അതിൽ നിന്ന് വരുമാനമൊന്നും പ്രതീക്ഷിക്കാനൊക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് അങ്ങ് രാഷ്ട്രീയത്തിലെത്തുന്നതാണ് എൻ്റെ വിശ്വാസം. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് വളരെ ആരാധനയോടെ കണ്ടിട്ടുള്ള അങ്ങയുടെ സംസാരം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുകയും ഒരുപക്ഷെ ഞങ്ങളൊക്കെ രാഷ്ട്രീയത്തിൽ വരുന്നത് അങ്ങേപ്പോലുള്ളവരുടെ സ്വാധീനം കൊണ്ടാണ്. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങേക്ക് എന്തു തോന്നുന്നു ജീവിതത്തെക്കുറിച്ച്, ഈ സേവന മേഖലയിലേക്ക് വന്നതിനെക്കുറിച്ച്? അല്ല, ഞാൻ അങ്ങനെ ഒരു കണക്കുകൂട്ടി രാഷ്ട്രീയത്തിലൊന്നും വന്ന ആളല്ല. ഞാൻ വിദ്യാർത്ഥി പ്രസ്ഥാനം കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ KSUവിൻ്റെ അതും യാദൃശ്യമാണ്, പ്രവർത്തകനായി കോളേജിൽ തിരഞ്ഞെടുപ്പിനൊക്കെ നിന്നു, ജയിച്ചു. അങ്ങനെ പതുക്കെ KSUവിൻ്റെ പല ഭാരവാഹിത്വത്തിൽ ഇരുന്ന് പിന്നെ യൂത്ത് കോൺഗ്രസ്സിൽ വന്നു. അങ്ങനെ അങ്ങ് രാഷ്ട്രീയത്തിനങ്ങ് സജീവ രാഷ്ട്രീയം ആയി. അപ്പോൾ അതിനകത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെ ഒരു, കാരണം നമ്മൾ ഒരു തന്നെ നിശ്ചയിച്ചാണല്ലോ ഇതിനകത്ത് വന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പക്ഷേ വെട്ടിപ്പിടിക്കാൻ പല മേഖലകളും വെട്ടിപ്പിടിക്കാമായിരുന്നു. അതുകൊണ്ട് അതൊന്നും കഴിയാത്തതിൽ എനിക്കങ്ങനെ ഒരു ദുഃഖമൊന്നും തോന്നിയിട്ടില്ല. ഒരു ജനപ്രതിനിധിയാകാൻ കഴിഞ്ഞില്ല എന്ന രീതിയിൽ എപ്പോഴും ഒരു ദുഃഖം തോന്നിയിട്ടുണ്ട്? സ്വാഭാവികമാണ്. ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് പാർലമെൻ്ററി പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നും ജയിക്കണമെന്നും ജനപ്രതിനിധിയായി പ്രവർത്തിക്കണമെന്നും ഒക്കെ ആഗ്രഹം തോന്നാം. അപ്പോൾ എനിക്കും അങ്ങനെ തോന്നിയിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ 2-3 തവണ അതിനു വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. 2 തവണ നിയമസഭാ തിരഞ്ഞെടുപ്പിലും 1 തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും മത്സരിച്ചു. പക്ഷേ പരാജയപ്പെട്ടു. അപ്പോൾ അതിൽ ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകനും ഉണ്ടാകാവുന്ന ഒരു ചെറിയ വിഷമം, വലിയ വിഷമം ഞാൻ പറയുന്നില്ല. കാരണം സേവനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് പാർലമെൻ്ററി പ്രവർത്തനം മാത്രമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചിലരങ്ങനെ വിശ്വസിക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വലിയ വിഷമമൊന്നും തോന്നിയിട്ടില്ല. എന്നാലും ചെറിയ വിഷമം സാധാരണ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർക്കും ഉണ്ടാകാവുന്ന ഒരു വിഷമം എനിക്കും തോന്നിയിട്ടുണ്ട്. കിട്ടിയ അവസരങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തിയില്ല എന്ന് ആരെങ്കിലും ആക്ഷേപിച്ചാൽ അങ്ങ് എന്ത് മറുപടി പറയും? രാഷ്ട്രീയ പ്രവർത്തകരാകുമ്പോൾ പലതരത്തിലുള്ള ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് ചെവി കൊടുക്കാമെന്ന് പറഞ്ഞാൽ നമുക്കതിന് സമയം കാണത്തില്ല. അതുകൊണ്ട് ഞാനത് അത്ര വലിയ കാര്യമാക്കാറില്ല. പിന്നെ എൻ്റെ മനസാക്ഷിക്ക് ബോധ്യമുണ്ട്. എന്നെ ചില ചുമതലകൾ പാർട്ടിപരമായി ഏൽപ്പിച്ച കാര്യങ്ങളുണ്ട്. ഭരണരംഗത്ത് ഞാൻ ജനപ്രതിനിധിയായില്ലെങ്കിലും ഭരണരംഗത്ത് മറ്റു ചില ചുമതലകൾ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിനോടെല്ലാം പൂർണ്ണമായി നീതി പുലർത്താനും ആ മേഖലയിൽ പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മറ്റുള്ളവരുടെ ആക്ഷേപങ്ങൾ, ഇപ്പോൾ ഞാൻ എന്തെങ്കിലും എനിക്ക് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വിമർശിക്കാൻ, അത് തിരുത്തുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ആക്ഷേപിക്കാൻ വേണ്ടി ആക്ഷേപിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർ ആക്ഷേപമായിട്ട് നടക്കട്ടെ, ഞാൻ എൻ്റെ ജോലിയുമായിട്ട് മുമ്പോട്ട് പോകും, അത്രയേ ഉള്ളൂ. രാജൻ ചേട്ടൻ ജനകീയനല്ല എന്നൊരാൾ പറയുന്നത്. ജനകീയൻ എന്ന് പറയുമ്പം ആളുകളായിരിക്കും ഒന്ന് കണ്ടച്ചിരിക്കണം. ചേട്ടൻ വേണ്ടത്ര ഒരു പരിഗണന ആളുകൾക്ക് കൊടുക്കുന്നില്ല. ചേട്ടൻ വേറെ എന്തോ ഒരു രീതിയിലാണ് ഇടപെടുന്നത് എന്നൊക്കെ ഉള്ള രീതിയിൽ ആളുകൾ ആക്ഷേപമല്ല, ചേട്ടൻ്റെ ഒരു അഭിപ്രായം, അതിനെ എങ്ങനെ കാണും? അതിലിപ്പോൾ ഞാൻ ശീലിച്ചതോ അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നതോ ആയ ഒരു സ്റ്റൈലുണ്ട്. അതായത് ഒരു പ്രകടനപരമായ കാര്യങ്ങളിൽ എനിക്ക് വലിയൊരു താല്പര്യമുള്ള ഒരാളിനെ കാണുമ്പോൾ സാധാരണ ചിലർ ചെയ്യുന്നതിൽ കെട്ടിപ്പിടിക്കുക, ഉമ്മ വെക്കുക, ഉടുപ്പിൻ്റെ ബട്ടൺസ് അടിച്ചിട്ട് വീണ്ടും അതൊന്ന് ഇട്ട് കൊടുക്കുക. ചിലപ്പോൾ അയാളോട് നമ്മളിങ്ങനെ ഇഴുകിച്ചേരുന്നു എന്നൊരു തോന്നലുണ്ടാവാം, ഇല്ലെന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്കതിൽ ഞാനങ്ങനെ ഒരു വലിയ താല്പര്യം കാണിച്ചിട്ടുള്ള ആളാണ്. നമ്മൾ ചിരിക്കാറുണ്ട്. പിന്നെ എൻ്റെ ചിരി എന്നെ കൊണ്ട് ഒക്കുന്ന തരത്തിലല്ല എനിക്ക് ചിരിക്കാൻ പറ്റൂ. വേറൊരാൾ ചിരിക്കുന്ന പോലെ എനിക്ക് ചിരിക്കാൻ പറ്റത്തില്ല.
വേറൊരാൾ തോളത്ത് കെട്ടുന്ന പോലെ എനിക്ക് തോളത്ത് കെട്ടാൻ പറ്റില്ല. ഞാൻ ആളുകളോട് ഇടപഴകാറുണ്ട്, സംസാരിക്കാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. പക്ഷെ അത് ചിലർക്ക് ചിലപ്പോൾ ഞാൻ എനിക്കൊരു തലക്കനമുണ്ടെന്നൊക്കെയുള്ള ചില അഭിപ്രായങ്ങൾ ചിലർക്ക് ഉണ്ടാവാമെന്നല്ല ഉണ്ട് എന്ന് എനിക്കും മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഞാനൊരിക്കലും അങ്ങനെ ഒരു പ്രകടനം രാഷ്ട്രീയക്കാരൻ്റെ ഒരു ജാട എന്ന് പറയും, അത് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് ഞാൻ സംസാരിക്കത്തില്ല, ചിരിക്കത്തില്ല. പിന്നെ തെരഞ്ഞെടുപ്പ് രംഗത്തൊക്കെ ഞാൻ നിൽക്കുമ്പോൾ എന്നെക്കുറിച്ച് വേറെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് ചില ആളുകൾ ഇതൊരു പ്രചരണമാക്കി നടത്തിയിട്ടുണ്ട്. അതിനപ്പുറത്ത് വേറെ കാര്യമൊന്നുമില്ല. സമൂഹത്തിന് വേണ്ടി ഏറെ കാര്യങ്ങൾ ചെയ്തു, ഇനിയും കുറേ ചെയ്യാനുണ്ട് എന്നൊരു തോന്നൽ. തീർച്ചയായിട്ടും അതിപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ പിന്നെ പ്രതീക്ഷകൾ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് നമ്മുടെ പ്രവർത്തനം തൃപ്തി ആയി എന്നൊരിക്കലും പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്ത് കൊടുത്തിട്ടുള്ളതല്ലാതെ ഒരാളെ ഉപദ്രവിക്കാൻ ഞാൻ പോയിട്ടില്ല. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്നെ ചില കാര്യങ്ങൾ ഏൽപ്പിച്ചു, അതെല്ലാം ഭംഗിയായി നിറവേറ്റാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇനിയും നമുക്ക് അതിനുള്ള അവസരം കിട്ടുകയാണെങ്കിൽ ഇനിയും അത് ചെയ്യുന്നതിന് സന്തോഷമുണ്ട്, താല്പര്യമുണ്ട്. കേരളത്തിൽ എന്തെല്ലാം ചെയ്യണമെന്ന് ഒരു രൂപം പ്രതിപക്ഷ നേതാവും മറ്റ് രാഷ്ട്രീയക്കാരും ഒക്കെ പറയുന്നുണ്ട്. രാജൻ ചേട്ടൻ്റെ ഒരു താല്പര്യത്തിൽ കേരളം വിട്ടിട്ട് കരുനാഗപ്പള്ളിയെക്കുറിച്ച്, കരുനാഗപ്പള്ളിയുടെ വികസനത്തെക്കുറിച്ച്, കരുനാഗപ്പള്ളിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച്, കരുനാഗപ്പള്ളിയുടെ മാറ്റം ആവശ്യമുണ്ട് എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ അങ്ങേക്ക് എന്ത് പറയാനുണ്ട്? കരുനാഗപ്പള്ളിയിലെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നത് അർത്ഥമില്ല. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ടില്ല. മറ്റു പല സ്ഥലങ്ങളെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ ചെയ്യാൻ പറ്റേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കാൻ പലപ്പോഴും നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം, നമ്മുടെ ഈ നഗരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഗതാഗതക്കുരുക്ക്. ഇപ്പോൾ പുതിയ റോഡ് ഹൈവേ വികസനം വന്ന് പുതിയ റോഡ് വരാൻ പോകുന്നു. പക്ഷേ ഈ ടൗണിൻ്റെ ഒരു പ്രാചീനത അല്ലെങ്കിൽ ഒരു പഴയ ഒരു മുഖം, അതൊക്കെ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ടൗണിൻ്റെ ബിസിനസ് തകർന്നിരിക്കുന്നു. പഴയ ഒരു ഇതൊന്നും ഇപ്പോൾ ഈ ടൗണിന് കാണാൻ കഴിയുന്നില്ല. അത് ഞാനൊരു മാർഗം ഇവിടെ മുമ്പുണ്ടായിരുന്ന ജനപ്രതിനിധിയോട് പറഞ്ഞു, ഇവിടെ ഒരു ബൈപ്പാസ് ഉണ്ടാക്കി ഈ നഗരം ഇതേപോലെ നിലനിർത്തിക്കൊണ്ട് കിഴക്ക് വശത്തോ പടിഞ്ഞാറ് വശത്തോ അതിനുള്ള സ്ഥല സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. എടുത്തിട്ടൊരു ബൈപ്പാസ് തുടങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കണം. പലയിടത്തും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം മുതൽ ഇങ്ങോട്ടുള്ള പട്ടണങ്ങൾ എടുത്ത് നോക്കിയാൽ, ഇപ്പോൾ ഉദാഹരണം ആറ്റിങ്ങൽ, അവിടെ ബൈപ്പാസാണ്. ഇപ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള കായംകുളത്ത് ഈ ദേശീയപാത പോകുന്നത് പട്ടണത്തിലൂടെയല്ല, പട്ടണം വേറെ വയ്ക്കുകയാണ്. ചേർത്തല, ആലപ്പുഴ, ഇവിടെ എല്ലാം ബൈപ്പാസിലോട്ട് ഗതാഗത സൗകര്യം ഒരുക്കി കൊടുത്തുകൊണ്ട് പട്ടണം അതേപോലെ നിലനിർത്തുന്ന ഒരു സ്ഥിതിയാണ് അവിടെയൊക്കെ ഉണ്ടായത്. ഇവിടെ അത് ശ്രദ്ധിക്കാൻ ആരും ഉണ്ടായില്ല. അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ അതുപോലെ ഈ നഗരസഭ വളരെ ചെറിയ ഈ പഞ്ചായത്ത് മാത്രം. അന്ന് ഞാൻ അവിടുത്തെ ജനപ്രതിനിധിയോട് പറഞ്ഞു, നിങ്ങൾ കുറച്ചുകൂടെ വിശാലമായിട്ട് മറ്റ് സമീപത്തുള്ള 2-3 പന്മന, തൊടിയൂര്, കുലശേഖരപുരം ഈ പഞ്ചായത്തുകളിൽ നിന്നും കൂടെ കുറേ സ്ഥലം എടുത്തുകൊണ്ട് ഇപ്പോൾ ഇവിടെ പല ഡിവിഷനുകളിലും വളരെ കുറച്ച് വോട്ടർമാരെ മാത്രം ഉള്ള ഡിവിഷനുകളിലാണ് ഉള്ളത്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് വിശാലമായിട്ടുള്ളൊരു നഗരമാക്കാൻ പറ്റുമായിരുന്നു. പിന്നെ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ, ടൂറിസത്തിൻ്റെ കാര്യമാണെങ്കിലും പല കാര്യങ്ങളിലും കുറേ കൂടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇനിയുള്ള ജനപ്രതിനിധികൾ ഇപ്പോൾ നിലവിലുള്ള ജനപ്രതിനിധി, വരാൻ പോകുന്ന ജനപ്രതിനിധികളും മറ്റുള്ള ആളുകളുമായിട്ടൊക്കെ ആലോചിച്ച് ഇപ്പോൾ കരുനാഗപ്പള്ളിയിൽ കുറേ കൂടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മുടെ പരമ്പരാഗത വ്യവസായങ്ങൾ ഇവിടെ കയറുണ്ടായിരുന്നു, അതിപ്പോൾ ഇല്ല, നാമമാത്രമായി പോലും പ്രവർത്തിക്കുന്നില്ല. കൈത്തറി ഉണ്ടായിരുന്നു, അതിൻ്റെയും സ്ഥിതി തന്നെ ഇതായിരിക്കുന്നു. ഏറ്റവും വലിയൊരു തഴപ്പയുടെ നാട് എന്നുള്ള നിലയിലാണ് തഴവ എന്ന സ്ഥലത്തിന് പേര് കിട്ടിയത്. തഴപ്പ വ്യവസായം ഒരു കാലത്ത് വളരെ സമർത്ഥമായി നടന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതില്ല. ഇന്നിപ്പോൾ ആരെങ്കിലും വിശിഷ്ട വ്യക്തികൾ വരുമ്പോൾ അവർക്ക് സമ്മാനിക്കാൻ ഒരു നെയ്ത് കൊടുക്കുന്നു എന്നുള്ളതല്ലാതെ ആ വ്യവസായം തഴവ തൊഴിൽ പഞ്ചായത്തുകളിൽ ധാരാളം സ്ത്രീകൾ അതുകൊണ്ട് ജീവിച്ചതാണ്. അപ്പോൾ അതെല്ലാം പോയി.
അപ്പോൾ ഇതെല്ലാം ഒന്ന് പുനരുദ്ധരിക്കാനും ഒക്കെ കഴിയും. അതിനൊക്കെ ഉള്ളൊരു ചർച്ചയും ആ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്താൽ പല മാറ്റങ്ങളും ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അതൊക്കെ ആരെങ്കിലും മുൻകൈ എടുത്ത് ചെയ്യണം, അതാണ് പ്രശ്നം. ചേട്ടൻ്റെയും എൻ്റെയും ഒക്കെ തലമുറ അന്ന് കുട്ടിക്കാലമായാലും യുവാക്കളുടെ കാലമാണെങ്കിലും അവരെല്ലാം ശക്തമായി രാഷ്ട്രീയ ബോധമുള്ളവരായിരുന്നു, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവരായിരുന്നു. എന്നാൽ ഇന്ന് ചെറുപ്പക്കാരിൽ യുവാക്കളിൽ രാഷ്ട്രീയത്തോട് ഒരു താല്പര്യം കാണുന്നില്ല, പ്രവർത്തകർ കുറവാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഇത് ബാധിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതേക്കുറിച്ച് ചേട്ടനെങ്ങനെ കാണുന്നു? ഇപ്പോൾ പഴയ കാലത്ത് ചെറുപ്പക്കാർക്ക് ഒരു രാഷ്ട്രീയത്തോട് താല്പര്യം ഉണ്ടായിരുന്നു. അവർ കണ്ടിട്ടുള്ള രാഷ്ട്രീയക്കാർ ത്യാഗധനന്മാരായ രാഷ്ട്രീയ പ്രവർത്തകരായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയുള്ളവരില്ലെന്നല്ല, രാഷ്ട്രീയ പ്രവർത്തകരായി. ഇപ്പോൾ പൊതുവേ ഒരു രാഷ്ട്രീയത്തോടൊരു താല്പര്യം ചെറുപ്പക്കാർക്ക്, വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയത്തോടുള്ള ഒരു എന്താണ് പറയുന്നത്, ഒരു അവമതിപ്പ് ചെറുപ്പക്കാരുടെ ഇടയിൽ വളർന്നു വന്നിട്ടുണ്ട്. പിന്നെ പഴയ കാലത്തെ പോലെ ഈ ധാരാളം ചെറുപ്പക്കാർ നാട്ടിൽ നിൽക്കുന്നില്ലല്ലോ. അവർ മിക്കവാറും എല്ലാം ഉപജീവനമാർഗം തേടി വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. പഴയ കാലത്ത് അങ്ങനെയല്ല. പഴയ കാലത്ത് പഠിത്തം കഴിയുന്നു, ഇവിടെ തന്നെ എന്തെങ്കിലും ജോലി കിട്ടുന്നു. അപ്പോൾ അവർ കുറേ ആളുകൾ പിന്നെ ഭാഗികമായി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു, ചിലർ സജീവ രാഷ്ട്രീയത്തിൽ വരുന്നു. ഇന്നിപ്പോൾ അതില്ല. നല്ല ചെറുപ്പക്കാരെല്ലാം വിദ്യാഭ്യാസം ലഭിച്ചതിന് ശേഷം വിദേശത്തേക്ക് ജോലിക്ക് പോവുകയാണ്. പക്ഷെ ജോലിക്ക് പോകുന്നെങ്കിലും അവിടെയും അവരുടെ മനസ്സിൽ നാടിനെക്കുറിച്ചുള്ള ഒരു നൊസ്റ്റാൾജിയയും ഒക്കെ ഇപ്പം അവധിക്കൊക്കെ വരുമ്പോഴും അവരെ കൊണ്ടൊക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ നടത്തി. പക്ഷെ അതൊക്കെ കുറച്ച് ആളുകൾ മാത്രമാണ്. അപ്പോൾ രാഷ്ട്രീയത്തോട് ചെറുപ്പക്കാർക്കൊരു താല്പര്യമെങ്കിലും ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട്, പാർലമെൻ്ററി ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യമായതുകൊണ്ട് രാഷ്ട്രീയത്തിലൂടെ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധ്യമാകൂ. അപ്പോൾ എൻ്റെ അഭിപ്രായം, വിദ്യാഭ്യാസമുള്ള, നാടിനെക്കുറിച്ച്, രാജ്യത്തെക്കുറിച്ച്, ലോകത്തെക്കുറിച്ച് അറിയാവുന്ന ചെറുപ്പക്കാർ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരേണ്ടതാണ്. അവർക്ക് അവസരം കൊടുക്കാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തയ്യാറാവുകയും വേണം. അപ്പോൾ ചെറുപ്പക്കാർ രാഷ്ട്രീയത്തിൽ വരണം എന്ന് തന്നെ അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. സാമൂഹ്യ ഉന്നമനമായി ലക്ഷ്യമാക്കിയുള്ള ഒരു സ്വദേശ പ്രവർത്തനത്തിനൊരു സന്ദേശം തന്നാൽ എന്തു പറയാൻ കഴിയും? ഒരു സന്ദേശം മറ്റുള്ളവർക്ക് കൊടുക്കത്തക്കോണമെന്നുള്ള മഹത്വമൊന്നും എനിക്കില്ല. അതിനുവേണ്ടിയുള്ള വലിയ ആളൊന്നുമല്ല ഞാൻ. എന്നാലും നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അടുത്ത കാലത്തായി ഉയർന്നു വന്നിട്ടുള്ള ലഹരിക്ക് അടിമയാകുന്ന ചെറുപ്പക്കാർ, വയലൻസിനോട് താല്പര്യം പ്രകടിപ്പിക്കുന്ന ചെറുപ്പക്കാർ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല. അപ്പോൾ സമൂഹത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ എല്ലാവരും പറയാറുള്ളൊരു കാര്യമാണല്ലോ, വളർന്നു വരുന്ന തലമുറയിലാണ് രാജ്യത്തിൻ്റെ, ലോകത്തിൻ്റെ ഭാവി നിലനിൽക്കുന്നതൊക്കെ പറയാറുണ്ട്. അപ്പോൾ അവരെ കുറേ കൂടി സമൂഹ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുവാനും ജീവിക്കുവാനും പ്രേരിപ്പിക്കത്തക്ക തരത്തിലുള്ള ഒരു കാര്യങ്ങളുമായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം. ജില്ലാ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിട്ടിരുന്നതായിട്ടൊരു ഓർമ്മയുണ്ട്. ഇപ്പോൾ തൊടിയൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻ്റാണ്. ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം, അതല്ലെങ്കിൽ ജനങ്ങൾക്ക് സേവനം ചെയ്യുവാൻ കുറച്ചുകൂടെ നല്ലത് ഈ ഗ്രാമീണ മേഖലയാണോ അതോ ജില്ലാ മേഖലയാണോ? അല്ല, അതിപ്പോൾ ഏതൊരു സ്ഥാപനത്തിനും ഏതൊരു പ്രസ്ഥാനത്തിനും പൊതുജനങ്ങൾക്ക് നന്മ ചെയ്യാൻ കഴിയും. അപ്പോൾ ജില്ലാ സഹകരണ ബാങ്ക് എന്ന് പറയുമ്പോൾ കൊല്ലം ജില്ല മൊത്തത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ കൂടുതൽ ആളുകൾക്ക് സഹായിക്കാനും ഒക്കെ അവിടെ പ്രവർത്തിക്കുമ്പോൾ സാധിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിൽ നമുക്ക് പരിചയമുള്ള, നമ്മുടെ ചുറ്റുമുള്ള, നമ്മൾ ദൈനംദിനം കാണുന്ന ആളുകൾക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഈ ഗ്രാമീണ ബാങ്കുകൾ, സർവീസ് സഹകരണ ബാങ്കുകൾക്ക് കഴിയും. അപ്പോൾ രണ്ട് മേഖലയിലും സേവനം ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ എവിടെ ഇരിക്കുന്നു എന്നുള്ളതല്ല, എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഞാൻ ഈ ഓരോ പല സ്ഥാപനങ്ങളിൽ ഇരുന്നിട്ടുണ്ട്. ഞാൻ ആദ്യം ഒരു കോർപ്പറേഷൻ്റെ ചെയർമാനായിരുന്നു. ബാംബു കോർപ്പറേഷൻ. വളരെ താഴെത്തട്ടിലുള്ള ദുർബല ജനവിഭാഗങ്ങൾ
ദൈനംദിനം ബന്ധപ്പെടുന്ന ഒരു മേഖലയായിരുന്നു. അപ്പോൾ ആ സ്ഥാപനത്തിന് ഞാനവിടെ അതിൻ്റെ തലപ്പത്തിരിക്കുമ്പോഴാണ് ആകെ ആ സ്ഥാപനം ലാഭം ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഞാൻ ഖാദി ബോർഡിൽ കുറേ നാളുണ്ടായിരുന്നു. അത് പിന്നൊരു ലാഭനഷ്ട കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമല്ല. പക്ഷെ എന്നാലും ഭംഗിയായി പല അതുമായി ബന്ധപ്പെട്ട പല രംഗത്തും ഒരു പ്രവർത്തനരഹിതമായി കിടന്നതെല്ലാം പുനരുദ്ധരിക്കുവാനും അത് നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. ജില്ലാ സഹകരണ ബാങ്കിലും അതുപോലെ തന്നെ ഞാനിരിക്കുമ്പോഴാണ് റെക്കോർഡ് ലാഭം ഉണ്ടാക്കിയത്. അതുവരെ ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും വലിയ ലാഭത്തിൽ ആ ബാങ്ക് പ്രവർത്തിപ്പിച്ചത് ഞാൻ ഇരിക്കുമ്പോഴാണ്. അപ്പോൾ അതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ തൊടിയൂർ വന്നത്. അപ്പോൾ നമ്മൾ എവിടെ ഇരുന്നാലും നമ്മളെ കൊണ്ടൊക്കുന്ന, എന്നാൽ അതുപോലെ ഞാൻ നേരത്തെ രാഷ്ട്രീയത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ വെറുതെ ആളുകൾക്ക് വ്യാമോഹങ്ങൾ കൊടുത്ത് നടക്കാത്ത കാര്യങ്ങൾ നടക്കും എന്ന് പറഞ്ഞ് അവരെ അവസാനം നിരാശരാക്കിയിട്ട് കാര്യമില്ല. നമുക്ക് ചെയ്യാൻ നമ്മുടെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് ഏത് പ്രസ്ഥാനത്തിനും കഴിയും. അതിന് ഏറ്റക്കുറച്ചിലുണ്ടായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇത്ര നേരം ഒരു വലിയ തിരക്ക് ഉണ്ടായിട്ടും സഹകരിച്ച് എന്നോടൊപ്പം ചെലവഴിച്ചതിന് പുന്നൂരാൻസ് ചാനൽ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.